ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മലപ്പുറം ജില്ലയിലാണുള്ളത് കേട്ടോ. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചായ നമ്മുടെ രാമനാട്ടുകര മുതലുള്ള ദൃശ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തുള്ള നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചായ നമ്മുടെ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞ് നിസിരി ജംഗ്ഷൻ മുതലാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ച് സ്റ്റാർട്ടാവുന്നത്. ഏകദേശം 90% വർക്കുകളും രണ്ട് റീച്ചിലും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞ് അവിടെ മൂന്നുവരിപ്പാതയിൽ വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പള ഭാഗത്തുള്ള ഫ്ലൈ ഓവർ മാത്രമാണ് തുറന്ന് കൊടുക്കാൻ ബാക്കിയുള്ളത്. നിസരി ജംഗ്ഷൻ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെയായിരുന്നു നമ്മുടെ നേരെ രാമനാട്ടുകര പോകുന്ന റോഡാണ്. നിസരി ജംഗ്ഷനിൽ അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാമനാട്ടുകരയിൽ നിന്ന് നേരെ വന്ന ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തോട്ട് പോകാണ്ട് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകാൻ ഇതിലേ കൂടിയായിരുന്നു നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇവിടെ ആറുവരി വന്നതോട് കൂടി നമ്മുടെ രാമനാട്ടുകര അണ്ടർ പാസേജ് അടിയിൽ കൂടി വേണം വീണ്ടും യൂ ടേൺ അടിച്ച് വേണം തൃശ്ശൂർ ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിസിരി ജംഗ്ഷനിലാണ് ആദ്യത്തെ മെർജിങ് പോയിന്റ് വരുന്നത്. ഇവിടെ എൻട്രിയാണ് വരുന്നത്. ഹസാർഡ് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ രാമനാട്ടുകര മുതൽ നമ്മുടെ ചേളാരി വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വാഹനങ്ങൾ ആറുവരിപ്പാതയിലോട്ട് എൻ്റർ ചെയ്യാൻ ഇപ്പോൾ ആ കാറ് പോകുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെ പോയിട്ട് ചെറിയൊരു ലൈൻ കാണാം, അവിടുന്ന് എക്സിറ്റ് ആവേണ്ടതാണ്. നിലവിലിപ്പോൾ എൻട്രി ചെയ്യുന്ന ഭാഗത്ത് എക്സിറ്റ് ചെയ്യുന്ന ഭാഗത്ത് എൻട്രിയും വാഹനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ആറുവരിപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ട്രാഫിക് റൂൾസൊക്കെ പാലിച്ച് വാഹനം ഓടിക്കേണ്ടതാണ്. കാരണം ഒരുപാട് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ നിസരി ജംഗ്ഷനിൽ ഇവർ ഒരു സംവിധാനം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ആറുവരിപ്പാതയിലോട്ട് മെയിൻ കാരേജ് റോഡിലോട്ട് എൻ്റർ ചെയ്യാൻ ടൂ വീലർ മാർക്കർ എന്ന പുതിയ സംവിധാനം ഇവരിവിടെ റോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അത് പൊളിച്ച് അപ്പോൾ എക്സിറ്റ് ചെയ്യുന്ന ഭാഗത്തോട്ട് എൻട്രി ചെയ്യുകയും എൻട്രി ചെയ്യുന്ന ഭാഗത്ത് എക്സിറ്റ് ചെയ്യുകയും കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണത്. പല വിധത്തിലുള്ള അപകടങ്ങൾക്കും ഇത് കാരണമാകാണ്. നോക്കിയ ഞങ്ങൾ ഈ ട്യൂബുലർ മാർക്ക് നിലവിലിപ്പോൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങൾ ഇതിന്മേൽ കയറിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞ് നേരെ വന്നിട്ട് നിസിരി ജംഗ്ഷനിലാണ് എൻട്രി വരുന്നത്. ഇവിടെ ഡ്രെയിനേജിൻ്റെ ഭാഗത്ത് നമുക്ക് കണ്ട സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും നടപ്പാതയില്ല കേട്ടോ. അപ്പോൾ ചെറിയ സർവീസ് റോഡാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ നിലവിലിപ്പോൾ ഡ്രെയിനേജിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് ആളുകൾ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ടാവും. നമ്മുടെ നാടിൻ്റെ വികസനം നേരിട്ട് കാണാൻ പറ്റാത്ത സുഹൃത്തുക്കൾക്കായി ഞാൻ വീഡിയോസ് സമർപ്പിക്കുന്നു. എന്തായാലും നമ്മുടെ നാട് വളരുകയാണ്. അപ്പോൾ നാടിൻ്റെ ഈ പച്ചപ്പും വികസനമൊക്കെ അങ്ങ് ദൂരെ നാട്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകം ഒരു രോമാഞ്ചം തന്നെയാണ്. നമ്മൾ ഇടിമുഴക്കൽ അണ്ടർ പാസേജിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ ഏകദേശം ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ ഇടം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാമനാട്ടുകര മുതൽ ചേളാരി വരെ 100% വർക്കുകളും ആറുവരിപ്പാതയിൽ കഴിഞ്ഞ ഇടമാണ്. ചെട്ടിയാർമേട് താഴ്ന്ന പ്രദേശമാണ്. മണ്ണടിച്ച് ഉയർത്തിയിട്ട് നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ ആറുവരിപ്പാത വരുന്നത്. ഇവിടെ അണ്ടർ പാസേജാണ് വരുന്നത്. മലപ്പുറം ജില്ലയിലെ റീച്ചിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർ പാസേജും ഓവർ പാസേജും അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ മലപ്പുറം ജില്ലയിലെ റീച്ചിൽ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് കേട്ടോ. ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിൻ്റെ വർക്കുകൾ നടക്കാൻ ബാക്കിയുള്ളത്. നമ്മുടെ കാസർഗോഡ് ആദ്യത്തെ റീച്ചിൽ ടാറിംഗ് പ്രവൃത്തികൾ 100% കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉപ്പള ഭാഗത്തുള്ള മേൽപ്പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും ആ ഭാഗത്ത് തുറന്നു കൊടുത്തിട്ടില്ല. അവിടെ മാത്രമാണ് തുറന്നു കൊടുക്കാൻ ബാക്കിയുള്ളത്. ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിൻ്റെ വർക്കൊന്നും നമ്മുടെ റീച്ചിൽ തുടങ്ങിയിട്ടില്ല, കാസർഗോഡ് റീച്ചിൽ. എന്തായാലും ഇവിടെയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആറുവരിപ്പാതയിൽ നല്ല ഫിനിഷിംഗ് ആണ്. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മാത്രമാണ് വർക്കുകൾ ഇനി നടക്കാൻ ബാക്കിയുണ്ട്. ഡ്രെയിനേജിൻ്റെ ഭാഗത്തും നടപ്പാതയുടെ നിർമ്മാണമൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്.
അപ്പോൾ നമ്മൾ ഇടിമുഴക്കൽ അണ്ടർ പാസേജിൻ്റെ താഴെയുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ താഴെയായിട്ട് ലൈറ്റിംഗ് ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അണ്ടർ പാസിന് താഴെയായിട്ട് പെയിൻറ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ ഇടം കൂടിയാണ്. നമ്മുടെ ചെട്ടിയാർമേട് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ സ്പിന്നിങ് മില്ലിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേക്ക് സർവീസ് റോഡ് ചെറുതായിട്ടാണ് വരുന്നത് കേട്ടോ. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് അത്ര ഫിനിഷിംഗ് അല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കേരളത്തിലെ ദേശീയപാത വികസനത്തിൻ്റെ കാസർഗോഡ് ആദ്യത്തെ റീച്ച്, മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും രണ്ടാമത്തെയും റീച്ച്, കൂടാതെ കോഴിക്കോട് ബൈപ്പാസ് എന്നിടങ്ങളിലെ വർക്ക് മാത്രമാണ് 90% കഴിഞ്ഞിരിക്കുന്നത്. ചെട്ടിയാർമേട് കഴിഞ്ഞ് നമ്മൾ നേരെ കുന്ന് കയറി ഇങ്ങനെ കുറച്ച് കയറ്റാറൊക്കെ ഉള്ള സ്ഥലമാണ്. സ്പിന്നിങ് മില്ലിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ സാർ ഇവിടെ നടപ്പാത കണ്ട ചെറിയ സ്ഥലമാണ് നടപ്പാതയ്ക്ക് കിട്ടിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും നടപ്പാതയില്ല. ഈ സ്ഥലമുണ്ട ഏരിയയിൽ മാത്രമാണ് നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് അത്ര ഫിനിഷിംഗ് അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ സ്റ്റീൽ ബാറാണ് ഈ ഭാഗങ്ങളിൽ ഓവർപാസിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിലെ സർവീസ് റോഡും നമ്മുടെ KMCയുടെ കോഴിക്കോട് ബൈപ്പാസിലെ സർവീസ് റോഡൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്. ആറുവരിപ്പാതയും നല്ല ഫിനിഷിംഗ് ഉണ്ട്. ആറുവരിപ്പാത നമ്മുടെ മലപ്പുറം ജില്ലയിലെ റീച്ചിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പലയിടങ്ങളിലും ഇവർ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. ഈ ഓവർപാസിൻ്റെ ഭാഗമായിട്ട് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തും ഡ്രെയിനേജിൻ്റെയും നടപ്പാതയുടെ നിർമ്മാണമാണ് പല ഭാഗങ്ങളിലും പെൻഡിങ് ആയിട്ടുള്ളത്. ബാക്കി വർക്കൊക്കെ കഴിഞ്ഞിട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ ഇടം കൂടിയാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആളുകളെ പോലെ തന്നെയാണ് നമ്മളെ ഈ ദേശീയപാതയും. അടിപൊളിയായിട്ട് ഫിനിഷിംഗ് വർക്കിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ റീച്ചുകൾ. എന്തായാലും നമ്മൾ ഈ സ്പിന്നിങ് മില്ലിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഏകദേശം ഒരു 8 മാസം മുമ്പാണ് ഈ ഭാഗത്തുള്ള അപ്ഡേറ്റ്സ് ചെയ്തത്. അപ്പോൾ അപ്പോഴുള്ള വർക്കും ഇപ്പോഴുള്ള വർക്കും നല്ല വ്യത്യാസമാണ് കാണുന്നത്. വളരെ ഫാസ്റ്റായി തന്നെയാണ് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് ഇവർ പൂർത്തീകരിച്ചിട്ടുള്ളത്. നമ്മൾ സ്പിന്നിങ് മില്ല് ഭാഗത്തുള്ള ഓവർപാസിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. ഓവർപാസിന് മുകളിലായിട്ട് ഒരുപാട് ഓട്ടോകളും വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ദേശീയപാതയിൽ മാക്സിമം സ്പീഡ് അനുവദിച്ചിട്ടുള്ളത് 100 km/h ആണ് കേട്ടോ. അപ്പോൾ അധികം സ്പീഡിൽ പോകാമെന്ന് നമുക്ക് തോന്നിയേക്കാം. നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ തോന്നും. കാരണം നമ്മുടെ അറപ്പുഴ പാലം കഴിഞ്ഞ് നേരെ രാമനാട്ടുകര വരുമ്പോൾ സ്ട്രൈറ്റ് റോഡാണ്. അപ്പോൾ അത്രയും സ്പീഡ് നമുക്ക് വരാൻ കഴിയും. പക്ഷേ നേരെ ചെട്ടിയാർമട എത്തുമ്പോഴേക്ക് വളവാണ് കേട്ടോ, കർവാണ്. അപ്പോൾ വലിയ അപകടങ്ങളൊക്കെ കാരണമാകും. നമുക്കൊക്കെ അറിയാം, ഈ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് റോഡുകൾ പലയിടങ്ങളിലും പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടില്ല. വാഹനങ്ങൾ നല്ല സ്പീഡിൽ പായുകയാണ്. നിലവിൽ ഇപ്പോൾ 50 സ്പീഡാണ് നമ്മുടെ മെയിൻ കാരേജ് റോഡ് അനുവദിച്ചിട്ടുള്ളത്. സർവീസ് റോഡിൽ 30 സ്പീഡാണ് കേട്ടോ. ഈ സ്പിന്നിങ് മില്ല് ഭാഗത്ത് നല്ല താഴ്ചയിലാണ് റോഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് 6 വരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. ഇടത് ഭാഗത്ത് ഒരു വലിയ വാള് കെട്ടിയിട്ടുണ്ട്. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അവരാണത് കെട്ടിയത്, KNRCL അല്ല. എന്തായാലും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസ് റോഡ് നമ്മുടെ ഈ വലത് ഭാഗത്തായിട്ട് നമ്മുടെ കോഴിക്കോട് പോകുമ്പോഴേക്ക് നല്ല താഴ്ചയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ സ്പിന്നിങ് മില്ല് കഴിഞ്ഞ് നമ്മൾ കാക്കഞ്ചേരി ഭാഗത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ പോലെയുള്ള ഒരു വളവായിരുന്നു. നേരെ വളഞ്ഞ് ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇവിടെ റീഅലൈൻമെൻറ്റ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രക്കുകളൊക്കെ ഈ ഭാഗത്ത് നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞ ഇടം കൂടിയാണ്. കാക്കഞ്ചേരി ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കാക്കഞ്ചേരി ഭാഗത്തൊക്കെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ വാഹനങ്ങൾ ഓവർപാസിൻ്റെ മുകളിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. ഓട്ടോറിക്ഷകളാണ് നിലവിൽ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ മുകളിലായിട്ട് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് ട്രാഫിക് ഫൈനുകൾക്ക് ഇടവരുത്തും. അപ്പോൾ നിലവിലിപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നടപ്പാതയുടെ നിർമ്മാണമാണ് പല ഭാഗങ്ങളും പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകര മുതൽ കാപ്പിരിക്കാട് വരെയുള്ള 2 റീച്ചുകളിലെയും വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് KNRCL എന്ന
കമ്പനിയാണ്. അപ്പോൾ പുറത്തുനിന്ന് വന്ന് നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, നല്ല വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും സ്ലോ ആയിട്ട് വർക്ക് നടന്നു കൊണ്ടിരിക്കുന്നത് വടകര ഭാഗത്താണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ അവിടെ ഇപ്പോഴും വർക്കുകൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് ലഭ്യത കുറഞ്ഞത് കാരണമെന്നാണ് ഇവർ പറഞ്ഞതെങ്കിലും നിലവിലിപ്പോൾ വടകര ഭാഗത്തൊക്കെ ഗേഡറുകൾക്ക് ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുണ്ട്. എന്നിരുന്നാലും വർക്ക് അത്ര ഫാസ്റ്റായിട്ടല്ല മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ റീച്ചിൽ സൈൻ ബോർഡിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുകയാണ്. അപ്പോൾ പല ഭാഗത്തും ക്യാമറ ഫിറ്റിംഗൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ സോയിൽ നൈലിംഗ് നടത്തിയിട്ടുള്ള വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്. ചെറിയ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നമ്മുടെ ഓവർപാസിൻ്റെ താഴെയായിട്ട് നടക്കാൻ ബാക്കിയുള്ളത്. ബാക്കി പൂർണ്ണമായിട്ടും ആറുവരിപ്പാതയിൽ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് ആദ്യത്തെ റീച്ചിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ആറുവരിപ്പാതയിലുള്ള ടാറിങ് കഴിഞ്ഞ് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചു ഭാഗങ്ങളിൽ മാത്രമാണ് ആറുവരിപ്പാതയിൽ നിർമ്മാണം നടക്കാൻ ബാക്കിയുള്ളത്. കാസർഗോട്ടെ ആദ്യത്തെ റീച്ചിൽ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടില്ല. അവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇനി നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ എൻട്രി എക്സിറ്റാണ് വരുന്നത്. നമ്മുടെ ചെട്ടിയാർമേട് ഓവർപാസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഇവിടെ നിന്നും എക്സിറ്റ് അടിച്ച് ചെട്ടിയാർമേട് ഓവർപാസിൻ്റെ സർവീസ് റോഡ് കൂടി കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നിലവിലിപ്പോൾ ട്രാഫിക് റൂൾസ് അനുസരിച്ചല്ല പല വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേശീയപാത വികസനം പൂർണ്ണമായിട്ടും കഴിയുന്നതോടുകൂടി ലൈൻ മാർക്കിംഗ് ട്രാഫിക്കൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈനിൽ കൂടിയാണ് വാഹനങ്ങൾ സാധാരണ കടന്നു പോകേണ്ടത്. രണ്ടാമത്തേത് സ്പീഡ് ട്രാക്കാണ് കേട്ടോ. മൂന്നാമത്തേത് വരുന്നത് എമർജൻസി ട്രാക്കാണ്. അതിൽ നമ്മുടെ രണ്ടാമത്തെ ലൈനിൽ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മുടെ രണ്ടാമത്തെ ട്രാക്കിലോട്ട് സിഗ്നൽ ഇട്ട് മാറേണ്ടതാണ്. എന്തായാലും നിലവിലിപ്പോൾ മൂന്നാമത്തെ ട്രാക്കിൽ ഓട്ടോയും ബൈക്കുമൊക്കെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തും അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം പൂർണ്ണമായിട്ടും റോഡ് പണി കഴിഞ്ഞിട്ടില്ല. പല ഭാഗത്തും അപകടന സൂചന ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. നിലവിലിപ്പോൾ 50 സ്പീഡിൽ മാത്രമാണ് വാഹനങ്ങൾക്ക് പല ഭാഗത്തും അനുമതിയുള്ളത്. സർവീസ് റോഡാണെങ്കിൽ 30 km/h വാഹനങ്ങൾ 100-120 ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓവർ സ്പീഡാണ് പല അപകടങ്ങൾക്കും കാരണം. നമ്മളങ്ങനെ യൂണിവേഴ്സിറ്റി ഭാഗത്തുള്ള ഓവർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓവർപാസിൻ്റെ താഴെയായിട്ട് ചെറിയ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. നമ്മുടെ സോയിൽ നൈലിംഗ് നടത്തിയ ഭാഗത്ത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കോഹിനൂർ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് ട്രക്കിലെ ബേ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വിശാലമായ ട്രക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമാണ്. ഇവിടെ ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ഇടത് ഭാഗത്ത് കാണുന്ന നേരത്തെ ഉണ്ടായിരുന്ന പാതയാണ് കേട്ടോ. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട്. കൂടാതെ നടപ്പാതയുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പല ഏരിയയിലും സർവീസ് റോഡ് ചെറിയ റോഡാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നടപ്പാത ഇല്ലാതെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിൽ നമ്മുടെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗത്ത് സർവീസ് റോഡ് ഇല്ലാതെയാണ് പാത കടന്നു പോകുന്നത്. ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലമാണത്. വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഭാഗത്ത് സർവീസ് റോഡ് അനുവദിക്കേണ്ടതായിരുന്നു.
ഇവിടെയാണ് ഒരു മെർജിങ് പോയിന്റ് വരുന്നത്. നിലവിലിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ മെർജിങ് പോയിന്റിൽ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ എക്സിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വലിയ അപകടങ്ങൾക്ക് ഇത് ഇടവരുത്തും കേട്ടോ. നമ്മളങ്ങനെ പാണാമ്പ്ര ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല താഴ്ചയിലാണ് ഇവിടെ സർവീസ് റോഡ് വരുന്നത്. മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് 6 വരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വളവുണ്ടായിരുന്നു, അപ്പോൾ റീഅലൈൻമെൻറ്റ് നടന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ സിനിമാ നടനായ ജഗദീഷ് ശ്രീകുമാർ അപകടത്തിൽപ്പെട്ട സ്ഥലം കൂടിയാണ് കേട്ടോ ഇതേട്ടോ. ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ച ഒരു ഏരിയ കൂടിയാണ്. പാണാമ്പ്ര ഭാഗത്തുള്ള അണ്ടർ പാസേജിന് താഴെയായിട്ട് ഇവർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ്ങൊക്കെ വർക്കൊക്കെ ഫിനിഷ് ആയതാണ്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. സർവീസ് റോഡ് ഉണ്ട്. സർവീസ് റോഡ് ചെറിയ സർവീസ് റോഡാണ്. കൂടാതെ ഈ ഭാഗത്തൊന്നും നടപ്പാതയില്ല. ഡ്രെയിനേജിൻ്റെ ഭാഗത്തുള്ള വർക്ക് ഷോക്കാണ് കേട്ടോ. ഡ്രെയിനേജ് അത്ര ഫിനിഷിങ്ങിലല്ല ഇവിടെ ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ബൈക്ക് ഡ്രെയിനേജിൻ്റെ മുകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളങ്ങനെ ചേളാരി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലതു ഭാഗത്തായിട്ട് 6 വരിപ്പാതയിലോട്ട് ചേളാരി ഓവർപാസ് നിന്ന് എൻ്റർ ചെയ്യാനുള്ള ഒരു മെർജിങ് പോയിൻ്റാണ്. ഇടതു ഭാഗത്തായിട്ടും ഒരു മെർജിങ് പോയിൻ്റ് നമുക്ക് കാണാൻ സാധിക്കും. ചേളാരി ഓവർപാസിലോട്ട് എക്സിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ മലബാർ ഏരിയയിൽ ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലാണ്. വടകര റീച്ച് ഒഴികെ കാസർഗോഡും മലപ്പുറത്തെ ആദ്യത്തെയും രണ്ടാമത്തെ റീച്ചും കൂടാതെ കോഴിക്കോട് ബൈപ്പാസും തുറന്ന് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.